നമസ്കാരം. എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന കഥയുടെ പേര് ഇരുട്ട്. സ്വന്തമായി എഴുതിയൊരു കഥയാണ്. തെറ്റുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കുക. അപ്പോൾ നമുക്ക് കഥയിലേക്ക് കടക്കാം. വർഷങ്ങൾക്ക് മുൻപുണ്ടായിരുന്ന മഹാപ്രളയത്തിൽപ്പെട്ട ആ ആൽബത്തിന് അയാളുടെ കണ്ണുനീരിനെ വഹിക്കുവാനുള്ള ശക്തി ഉണ്ടായിരുന്നിരിക്കണം. സായാഹ്നവേളയിൽ പഴയ വിവാഹ ആൽബത്തിലേക്ക് മുഖം പൊഴുത്തിയിരുന്ന് കേഴുമ്പോൾ അയാളുടെ കണ്ണുനീർത്തുള്ളികൾ പളുങ്കുമണികൾ പോലെ ആൽബത്തിൻ്റെ പ്രതലത്തിൽ ചിന്നിച്ചിതറി. തൻ്റെ ഭാര്യയെക്കുറിച്ചുള്ള അയാളുടെ ഓർമ്മകൾ എന്ന് പറയുവാൻ ആ ആൽബങ്ങളും തൻ്റെ മനസ്സും മാത്രമല്ലാതെ മറ്റെന്താണുള്ളത്? പ്രതീക്ഷിക്കാതെ വന്ന ഒരസുഖം തൻ്റെ പ്രിയതമയുടെ ജീവനെടുത്തതും സ്നേഹിച്ചു കൊതി തീരാത്ത തൻ്റെ മക്കളെ ഒറ്റയ്ക്കാക്കി അങ്ങ് ദൂരെ ദൂരെ ജീവിച്ചിരിക്കുന്നവർക്ക് വളരെ അജ്ഞാതമായ മറ്റൊരു ലോകത്തേക്ക് അവൾ യാത്രയായതും വളരെ പെട്ടെന്നായിരുന്നു. അന്നു മുതൽ അയാൾ ഭാര്യയുടെ ഓർമ്മകളിൽ സ്വന്തം കുരുന്നുകളെ ലാളിച്ചും അവരുടെ കാര്യങ്ങൾ നോക്കിയുമാണ് ജീവിച്ചത്. അപ്രതീക്ഷിതമായുണ്ടായ സ്വന്തം അമ്മയുടെ മരണവും അയാൾക്ക് തിരിച്ചടിയായി മാറി. നേരം പുലരും മുൻപേ എഴുന്നേൽക്കണം, ഭക്ഷണം പാകം ചെയ്യണം, കുട്ടികളെ കുളിപ്പിക്കണം, ഒരുക്കണം, ഭക്ഷണം കൊടുക്കണം, സ്കൂളിൽ അയക്കണം, തനിക്ക് ജോലിക്ക് പോകണം. ഇതിനിടയിൽ ദീനം വന്നു കിടപ്പിലായ അച്ഛൻ്റെ കാര്യങ്ങളും നോക്കണം. അങ്ങനെ ഒരു ദിവസത്തിൽ ചെയ്തു തീർക്കാൻ കണക്കില്ലാത്ത എത്രയധികം ജോലികൾ. അയാൾ ആകെ ക്ഷീണിതനായി. തൻ്റെ ഭാര്യയുടെ വില ആ ദിവസങ്ങളിൽ അയാൾ ശരിക്കും തിരിച്ചറിയുവാൻ തുടങ്ങി. എല്ലാം കൂടി അയാൾക്ക് നിന്നു തിരിയാൻ കഴിയാത്ത അവസ്ഥയിലായിപ്പോയി സ്വന്തം ജീവിതം. വീട്ടുകാരുടെയും കൂട്ടുകാരുടെയും നിർബന്ധം മൂലം അയാൾ മറ്റൊരു വിവാഹത്തിന് തയ്യാറായി. അപ്പോഴും അയാൾക്ക് അയാളോടുള്ള ഭാര്യയോടുള്ള പ്രണയം മാത്രമാണ് സ്വന്തം മനസ്സിൽ നിറഞ്ഞു നിന്നിരുന്നത്. എല്ലാ അവസ്ഥകളെയും അതിജീവിക്കാൻ അയാൾ തയ്യാറായിരുന്നു. പക്ഷേ തൻ്റെ മക്കൾക്ക് ലഭിക്കേണ്ട ഒരമ്മയുടെ സ്നേഹവും ലാളനയും താൻ മൂലം അവർക്ക് നഷ്ടമാകുന്നു എന്ന തിരിച്ചറിവാണ് അയാളെ മറ്റൊരു വിവാഹത്തിന് തൽപരനാക്കിയത്. അച്ഛാ, ഇതെന്താ കറിയിലെ നിറയെ ഉപ്പ്? ഉരുട്ടിവിട്ട ചോറിലുള്ള ഓക്കാനിച്ച് തുപ്പിക്കൊണ്ട് ഉണ്ണിക്കുട്ടൻ മുഖം ചൊളിച്ചു. അതേടാ, ദേ എൻ്റെ പാത്രത്തിൻ്റെ വക്കിൽ സോപ്പിൻ്റെ ഒരു തരി. കുഞ്ഞുമോളും പിറകെ പരിഭവത്തോടെ പറഞ്ഞു. മക്കളെ, അച്ഛന് അമ്മയെപ്പോലെ ആകാൻ പറ്റില്ലെന്നേ. കുറവുകൾ എന്തെങ്കിലുമൊക്കെ കാണും, സഹിക്ക്, അയാളുടെ അച്ഛൻ ചുമച്ചു കിതച്ചുകൊണ്ട് പറഞ്ഞു. പിറ്റേന്ന് അയാൾ വിവാഹ ബ്യൂറോയിൽ ചെന്ന് ഒരു പരസ്യം നൽകി. 2ാം വിവാഹം, 2 കുട്ടികളുടെ പിതാവ്, സാമ്പത്തികമില്ല, കൂലിപ്പണി. അയാളെക്കുറിച്ചുള്ള സകല വിവരങ്ങളും അയാൾ കൈമാറി. തിരികെ വരുമ്പോൾ അയാൾ തൻ്റെ സ്വന്തം അടുക്കളയിലേക്ക് ഒന്ന് നോക്കി. ആ കാഴ്ചകൾ അയാളെ അലോസരപ്പെടുത്തി. ശരിയാണ് കുട്ടികൾ പറഞ്ഞത്. അടുപ്പിൽ കുന്നുകൂടിയ ചാരം, കരിപോകാത്ത കഞ്ഞിക്കലത്തിൻ്റെ സൗന്ദര്യം നോക്കിക്കൊണ്ട് അയാൾ നിന്ന് ആലോചിച്ചു. ഒരുവിധം പോരായ്മകൾ അയാളുടെ ദൈനംദിന ജീവിതത്തിലെ പ്രവൃത്തികളിൽ നിറഞ്ഞു നിന്നിരുന്നു. അങ്ങനെയാണ് അയാൾക്ക് ബ്യൂറോ നൽകിയതാണെന്ന് പറഞ്ഞ് ഒരു യുവതിയുടെ കോൾ വരുന്നത്. അവളും 2ാം വിവാഹമായിരുന്നുവെന്നും ഒരു മകനുണ്ടെന്നും പറഞ്ഞു. ആദ്യ വിളിയിൽ തൻ്റെ വിവരങ്ങൾ എല്ലാം ഒരിക്കൽ കൂടി ആ സ്ത്രീക്ക് മുന്നിൽ അയാൾ തുറന്നു പറഞ്ഞു. അവൾക്ക് യാതൊരുവിധ ഡിമാൻഡും ഇല്ലെന്നായിരുന്നു ആദ്യത്തെ മറുപടി. സ്വന്തമായി ഒരു വീടുണ്ടോ? പിന്നെ പട്ടിണിയില്ലാതെ കഞ്ഞി കുടിച്ചു പോകണം. നിങ്ങളുടേത് ഒരു സാധാരണ ജോലിയാണെങ്കിലും പട്ടിണിയില്ലാതെ പോകുന്നുണ്ടല്ലോ, അത് തന്നെ ധാരാളം. തനിക്കത് മതി. അവളുടെ മറുപടി കേട്ടപ്പോൾ അയാൾക്ക് ആകെ സന്തോഷമായി. അവളുടെ എളിമയും സംസാരവും എല്ലാം ഇഷ്ടപ്പെട്ടു. തുടർന്നും അവൾ വിളിച്ചു. എങ്കിലും വിവാഹത്തെക്കുറിച്ച് അവളുടെ വാക്കുകളിൽ ഒരു പൂർണ്ണത അയാൾക്ക് കിട്ടിയില്ല. ഒരു തരം നീട്ടിക്കൊണ്ടുപോക്ക് അയാൾക്ക് അനുഭവപ്പെട്ടു. സമയം പോക്കിന് ചിലരെ കൂട്ടുപിടിക്കാറുണ്ടല്ലോ. ദൈവമേ, ഇനി അതുപോലെ എങ്ങാനുമാകുമോ തൻ്റെ ഈ സ്ഥിതിയും എന്നയാൾക്ക് സംശയം തോന്നി. അപ്പോഴും അയാളുടെ ഉള്ളിൽ ആ സ്ത്രീയോട് പ്രണയമോ മറ്റു വികാരമോ ഒന്നും തോന്നിയിരുന്നില്ല. സൗഹൃദപരമായ ഒരു സമീപനത്തിലായിരുന്നു അയാൾ അവളോട്. തൻ്റെ മക്കൾക്ക് നല്ലൊരു അമ്മയാണെന്ന് തോന്നി. പക്ഷേ തുടക്കത്തിൽ കുതിച്ചു പൊങ്ങിയ അയാളുടെ സംശയങ്ങളെ അവൾ നിരത്തിവീഴ്ത്തി. അവളുടെ വിളികൾക്ക് സമയപരിധിയില്ലാതെയായി. എത്ര നേരം വേണമെങ്കിലും അയാളോട് സംസാരിക്കും. കുട്ടികൾക്ക് ഫോൺ കൈമാറും. അവർ അമ്മേ എന്ന് വിളിച്ച് സ്നേഹത്തോടെ അവളോട് സംസാരിക്കും. പാതിരാത്രികളിൽ പിന്നീട് അയാളും അവളും അവരുടെ പ്രണയവും ഭാവി പരിപാടികളും പങ്കിടും. തൻ്റെ മനസ്സിൻ്റെ ഉള്ളറകളിൽ ഭാര്യയ്ക്ക് മാത്രമേ അയാൾ സ്ഥാനം നൽകിയിരുന്നുള്ളൂ. പക്ഷേ മരിച്ചു മണ്ണടിഞ്ഞു പോയ തൻ്റെ ഭാര്യ തന്നെ ഹൃദയത്തിലിരുന്നു കൊണ്ട് അയാളോട് അവളെ സ്നേഹിക്കാനും തനിക്ക് നൽകിയ എല്ലാ പരിഗണനകളും നൽകുവാനും അവളെ പ്രണയിക്കാനും മന്ത്രിക്കുന്നത് പോലെ അയാൾക്ക് തോന്നി. അതിനവൾക്ക് പരാതികളും പരിഭവങ്ങളും ഇല്ലായിരുന്നു.
തനിക്കേറെ പ്രിയപ്പെട്ട അയാൾ മറ്റൊരു സ്ത്രീയാൽ പ്രണയബദ്ധനാകണമെന്നും ജീവിതം പങ്കിടണമെന്നും സന്തോഷം നിറഞ്ഞ നാളുകൾ അവരുടെ ജീവിതത്തിൽ വീണ്ടും ഉദിച്ചു പൊങ്ങണമെന്നും കുട്ടികൾക്ക് തന്നെക്കാളേറെ സ്നേഹം അവൾ നൽകണമെന്നും എല്ലാം അയാളുടെ ഭാര്യ ആഗ്രഹിക്കുന്നുണ്ടെന്ന് അയാൾക്ക് തോന്നിത്തുടങ്ങി. ഭാര്യ മരിച്ചാൽ മറ്റൊരു ജീവിതം സ്വപ്നം കാണുന്നതും അതിനെ വരവേൽക്കുന്നതും അത്ര വലിയ പാപമല്ലെന്നും ബോധ്യപ്പെട്ടു. അങ്ങനെ അയാളും ആ സ്ത്രീയും പ്രണയത്തിലായി. നാളുകളേറെ കടന്നുപോയി. അയാൾ ബന്ധുക്കളെ അവൾക്ക് പരിചയപ്പെടുത്തി. ഒരിക്കൽ പോലും അവളെ നേരിൽ കണ്ടിരുന്നുമില്ല. അതുതന്നെയാണ് അയാളുടെ ജീവിതത്തിൽ ഒരു വിപത്തായി മാറിയത്. പെട്ടെന്നൊരു ദിവസം അവളുടെ വാട്സപ്പ് പ്രൊഫൈൽ പിക്ചറിൽ മറ്റൊരു പുരുഷൻ്റെ ഫോട്ടോയും തങ്ങൾ വിവാഹിതരാകാൻ പോകുന്നുവെന്ന സ്റ്റാറ്റസും കണ്ടതോടെ താൻ അതുവരെ കണ്ടത് മുഴുവൻ വെറും പാഴ്ക്കിനാവുകളാണെന്ന് അയാൾക്ക് ബോധ്യപ്പെട്ടു. അവൾക്ക് പിന്നീട് കോൾ ചെയ്തെങ്കിലും വേണ്ട പോലെ പ്രതികരിച്ചില്ല. ഒരു മനുഷ്യനെ പച്ചയ്ക്ക് വഞ്ചിച്ചിട്ടും ആ സ്ത്രീക്ക് കുറ്റബോധമോ വാക്കുകളിൽ ഇടർച്ചയോ പതർച്ചയോ ഒന്നും ഉണ്ടായില്ല. അങ്ങനെ അവൾ പറയാതെയും താൻ അവളെ ഏറെ മനസ്സിലാക്കി. അവളുടെ ഭർത്താവ് ഈഗോ മൂലം ഉപേക്ഷിച്ചു പോയെന്നായിരുന്നു ആദ്യം അവൾ തന്നോട് പറഞ്ഞിരുന്നത്. എന്നാൽ അങ്ങനെയല്ല, അവൾ അയാളെ ഉപേക്ഷിച്ചതാകാമെന്നും അയാൾ കണക്കുകൂട്ടി. വിഷമങ്ങൾ പങ്കുവയ്ക്കാൻ ഒരു കൂട്ടുകാരിയായാണ് ആദ്യം അയാൾ അവളെ കരുതിയത്. പിന്നെ ജീവിതത്തിലേക്ക് കൂടെ കൂട്ടാമെന്ന് കരുതി. ഒറ്റപ്പെടലിൽ ഒരു താളമായിരുന്നവൾ. പക്ഷേ അവൾക്ക് ഡിമാൻഡില്ല എന്ന് പറഞ്ഞെങ്കിലും ഡിമാൻഡുകൾ മാത്രമേ സ്വന്തമായി ഉണ്ടായിരുന്നുള്ളൂ എന്നതാണ് ഏറ്റവും വലിയ സത്യം. സ്വന്തം മകനെപ്പോലും അവൾക്ക് സ്നേഹിക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഒന്നുകിൽ അവൾക്ക് സൗന്ദര്യമാണ് മുഖ്യം. തന്നിൽ അതില്ല. ഗാംഭീര്യമുള്ള ശബ്ദമില്ല, തൊലിവെളുപ്പില്ല, 6 അടി ഉയരമില്ല, വിദ്യാഭ്യാസമില്ല. അങ്ങനെ കുറവുകളുടെ ഒരു നീണ്ട പട്ടിക. സമ്പത്തും സൗന്ദര്യവും നോക്കി നടക്കുന്ന അവളൊരു ദുർനടപ്പുകാരിയാകാം. താൻ ആദ്യമേ ചിന്തിച്ച പോലെ അവളുടെ നേരം പൊട്ടി തകർന്നു പോയ പുരുഷന്മാരിൽ ഒരാൾ മാത്രം. ഒരാൾ മുഷിഞ്ഞ വസ്ത്രം മാറിയിടുന്നത് പോലെ അവൾ ചിലരെ പെട്ടെന്നൊരു ദിവസം അവഗണിക്കും, നിഷ്കരുണം സംസാരിക്കും. അതൊക്കെയല്ലേ അവളുടെ ചതിയിൽ നിന്നും അയാൾ അർത്ഥമാക്കേണ്ടത്. അവൾ തനിക്ക് നൽകിയ റോൾ എന്തായിരുന്നു? ആ ദിവസം അയാളുടെ ഹൃദയം ഇപ്പോൾ പൊട്ടുമെന്ന കണക്കെയുള്ള ബലൂൺ പോലെ വീർക്കുന്നുവെന്ന് തോന്നി. താനാകെ വെട്ടിയായി. അല്ല, അവൾ അങ്ങനെ ആക്കി. ആദ്യം സംശയം തോന്നിയിട്ടും ഞാൻ അവളെ വിശ്വസിച്ചു. പുതിയൊരു ജീവിതം കിളിർത്തു തുടങ്ങിയെന്ന് സ്വപ്നം കണ്ടു. ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക് കൈപിടിച്ചുയർത്തിയിട്ട് വീണ്ടും അതിനേക്കാൾ ക്രൂരമായ മറ്റൊരു ഇരുട്ടിലേക്ക് തള്ളിയിട്ടിരിക്കുന്നു. നിശബ്ദമായി പൊഴിയാൻ തുടങ്ങുന്ന ഇലയാണ് എന്നയാൾ. മൊബൈൽ ചതിക്കുഴികളെക്കുറിച്ച് ബോധ്യമുണ്ടായിട്ടും നല്ലൊരു ജീവിതം സ്വപ്നം കാണാൻ പ്രേരണ നൽകിയപ്പോൾ, ആ സ്വപ്നങ്ങൾ കണ്ട് കണ്ണ് മഞ്ഞളിച്ചപ്പോൾ, ആ സമയങ്ങളിൽ കാണുന്നതെല്ലാം സത്യമാണെന്ന് വിശ്വസിച്ചിട്ട് പൂർണ്ണ അന്ധകാരത്തിലേക്ക് കൂപ്പുകുത്തിയ ചില മഹാപാപികളുടെ ചതിക്കുരുതിയിൽ ഞെട്ടറ്റു വീഴുന്ന ഇലകൾ. അയാൾ നിറകണ്ണുകളോടെ തൻ്റെ കുഞ്ഞുങ്ങളെ നോക്കി. ഇടയ്ക്കൊന്ന് മനസ്സ് പല വഴികളിൽ സഞ്ചരിച്ചു. തനിക്ക് വേണ്ടി മാത്രമല്ല, നിങ്ങൾക്കും. ഇനി നിങ്ങളാണെൻ്റെ ബലം, ശക്തി. എനിക്ക് വീണ്ടും തളിർക്കണം. അയാൾ ചുണ്ടിലൊരു മന്ദഹാസം വിടർത്തി. കഥ അവസാനിച്ചിരിക്കുന്നു. അപ്പോൾ കഥ ഇഷ്ടമായെന്ന് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ ഇതുപോലെ കഥകളും മറ്റു തുടർക്കഥകളൊക്കെ ലഭിക്കുന്നതിന് വേണ്ടി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താങ്ക് യു.